ഹലോ ഗായ്സ്, അപ്പോൾ മുമ്പത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ്. അപ്പോൾ ബാക്കിലിരുന്ന് ന്യൂനി ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറേ എണീറ്റ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് കേട്ടോ. അപ്പോൾ മേപ്പാടി റൂട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളത് ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർ വയനാട്ടിലേക്കൊന്നും വന്നിട്ടില്ല, താമരശ്ശേരി ചുരമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചുരമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഈ മേപ്പാടി ഭാഗമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തേയിലത്തോട്ടമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് മുണ്ടക്കൈയിലോട്ടുള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കടയിലിറങ്ങി കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ കടികളോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഫുള്ള് ഇവിടെയൊക്കെ തേയിലത്തോട്ടമാണ്. ഞങ്ങൾ മുമ്പ് വന്ന് കണ്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ലേസും പക്കാവടയും സമൂസയൊക്കെ കഴിക്കലാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് കുറച്ച് ലേസ് എടുത്ത് കഴിച്ചു, വേറെ കടിയൊന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് വണ്ടിക്കകത്തിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അധികമൊന്നും കഴിച്ചില്ല. പിന്നെ ചേട്ടായിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ചായയൊന്നും കുടിക്കാൻ നിന്നില്ല. അപ്പോൾ ഒത്തിരി സന്ധ്യ ആവാറായി. അപ്പോൾ അതിന് മുന്നേ പോയി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരക്കിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നത് ഹട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, ഭയങ്കര ഭംഗിയുള്ള ഇത്. കുറേ ഹട്ടുകളുണ്ട്. കുറേ ഞാൻ വീഡിയോ എടുത്തതിൽ ഞാൻ വീഡിയോ ഓണാക്കാതെ മിസ്സായിപ്പോയി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ചൂരൽമല ആ ഭാഗത്തോട്ട് എത്തി കേട്ടോ ഏകദേശം. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്, ഒരു പ്രത്യേക കാറ്റും നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ കാണാൻ. ചീവീടുകളുടെ ശബ്ദവും എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രത്യേക തരം ഇതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെയൊന്നും ഇറങ്ങിയില്ല, പെട്ടെന്ന് പോയി വരേണ്ടതുകൊണ്ട്. ഒന്നാമത് നേരം വൈകി, പിന്നെ മഴയില്ലാതിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഭാഗത്തോട്ട് പോകുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. മഴയുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. ഒന്നാമത് അപകട മേഖല ചൂരൽമല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾ പൊട്ടിയ സ്ഥലം ആയതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വന്നത് കേട്ടോ. ഇവിടേക്കൊന്ന് കണ്ടു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലം. ഒരടിക്കും എടുത്ത് തിന്നാനല്ലേ ചിപ്സ് അടിച്ചത് നിനക്ക്. എന്താ ഡാൻസ് കളിക്കേ? അങ്ങനെ ഞങ്ങൾ
ചൂരൽമല എത്തി, ഉരുളുപൊട്ടി ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പുറത്തോട്ടൊന്നും കടത്തി വിടില്ല എന്ന്. അപ്പോൾ ഉരുളുപൊട്ടി അവിടെ ഒന്നും ഫുള്ളൊന്നും കാണാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് വിടില്ല. കാരണം മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം. എല്ലായിടത്തും പോലീസുകാരൊക്കെയാണെന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പോൾ ഇങ്ങോട്ടും വിടില്ല. അപകട മേഖല ആയതുകൊണ്ടാണ് ആരെയും കടത്തി വിടാത്തത്. അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നവർ ഒരുപാട് പേര് വന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നവർ പോയിട്ട് കാര്യമില്ല, ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ആ പുഴ മാത്രം കാണാൻ പറ്റും, പുഴ ഒഴുകുന്നത് മാത്രം അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം, അല്ലാതെ അപ്പുറ ഭാഗത്തേക്കൊന്നും കാണാൻ പറ്റില്ല. പുഴ ഒഴുകുന്ന കാണാം, മരങ്ങളാ കാണത്തില്ല. ഇവിടേക്ക് സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പക്ഷേ മിക്ക വീടുകളിലും ഇപ്പോൾ താമസമൊന്നുമില്ല, എല്ലാം അടച്ചു പൂട്ടി കാട് കയറി കിടക്കുവാണ്. അങ്ങനെ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ആ പുഴയൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ചും കൂടെ വൈകിയിരുന്നെങ്കിൽ സന്ധ്യയാവുമായിരുന്നു കേട്ടോ, ഇരുട്ടുമായിരുന്നു, കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയം ഏകദേശം കുറച്ചൊക്കെ ഒരു കറക്റ്റ് ടൈമിങ്ങിലെത്തി. അപ്പോൾ വന്നതുകൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റി. കൂടുതലായിട്ട് കാണാൻ പറ്റില്ല, കാരണം അപ്പുറത്തോട്ട് വീടില്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് കാണാനൊന്നും പറ്റില്ല. അപ്പം നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം, അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മളങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നു. അപ്പോൾ വന്ന് ഇത്രയും കാണാൻ പറ്റുന്നത് അങ്ങ് കണ്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പുഴയുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നിന്നത്, കാരണം അവിടെയൊക്കെ ഇങ്ങനെ പുഴയിലേക്ക് ഇടിയാൻ പാകത്തിനാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഇടിഞ്ഞ് പുഴയിലോട്ട് വീഴും. പുഴയിൽ നല്ല കുത്തൊഴുക്കുണ്ട്. അപ്പം ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടൽ ബുദ്ധിമുട്ടാണ്, രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. പുഴയുടെ സൈഡ് മൊത്തം ഇടിയാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഇടിയും, ആ ഒരു സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് എങ്ങോട്ടും കടത്തി വിടില്ല കേട്ടോ. ഫുള്ള് അവിടെ അപകടം നടക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ട് വിടാത്തത്. ഒന്നാമത് മഴക്കാലമല്ലേ, അപ്പോൾ ആരും അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ കുറച്ച് വിട്ടാണ് കേട്ടോ നിൽക്കുന്നത്, കാരണം അതിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടിയും, പുഴയിലോട്ട് പോകും. നല്ല ഒഴുക്കും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. മരങ്ങളുടെ കുറ്റികളും ഒക്കെ ഒഴുകി വന്ന് കിടക്കുന്ന അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ കാണാൻ. പുഴ ഒഴുകുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും, കാരണം നല്ല ഒഴുക്കുമുണ്ട്. ആ തിണ്ടൊക്കെ ഭയങ്കര പൊക്കത്തിലാണ് ആ തിണ്ടൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥിതിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ വന്ന് ഈ സ്ഥലം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അന്ന് ന്യൂസിലൊക്കെ നമ്മളെല്ലാം കാണുന്നുണ്ടായിരുന്നു, എന്നാലും ഈ സ്ഥലത്തോട്ട് നമ്മൾ ഒരിക്കലും വരുമെന്ന് ഒരു പ്രതീക്ഷയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു. ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. ഒരു അന്ന് ന്യൂസിൽ കണ്ടതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എല്ലാം കൂടെ അങ്ങനെ ഓർമ്മ വരും. ഒരുപാട് പേരുടെ ജീവിതവും ജീവനും സ്വപ്നങ്ങളും എല്ലാം ഇല്ലാണ്ടായ ഒരു സ്ഥലമാണത്. അപ്പോൾ നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ അപകടം നടന്നൊരു സ്ഥലം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇനി കാണാൻ ഇടവരാതിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്.
ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.